സാർ നമസ്കാരം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. സാർ ഇവിടെ ബിനീഷ് കോടിയേരിയുടെ അംഗത്വം CPM മെമ്പർഷിപ്പ് പുതുക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ, MP ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണല്ലോ ഇപ്പം. ആ, ഇപ്പൊ ബിനീഷ് കോടിയേരി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാർട്ടിയുടെ ഇത്രയും അധപതനം അല്ലെങ്കിൽ അതുപോലെ ഒരു തോൽവി വന്നപ്പോ തന്നെ ഒരേ ഒരു കോടിയേരി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു, ബിനീഷ് കോടിയേരി. ആ, ആ, ഇപ്പൊ ആ, ബിനീഷ് കോടിയേരിക്ക് എതിരെ ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹം ജയിലിൽ കിടന്നു. ആ, പക്ഷെ ആ, അംഗത്വം ഇതിന്റെ പേരിൽ പുതുക്കി കൊടുക്കരുത് എന്ന് പറയുന്നത് MV ഗോവിന്ദനാണ്. ആ, ആ, ആ. അദ്ദേഹം അത് പറയുന്നതിന്റെ ഒരു ഔചിത്യം എന്താണ് സർ? അല്ല, അതിനകത്ത് ഏറ്റവും വലിയ യുക്തി എന്ന് പറഞ്ഞാൽ ഒന്ന്, അത് അസംബന്ധമാണെന്ന് അത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അതായത് ഇദ്ദേഹം പിന്നെ എന്താ പറയാ അടിമയെ പോലെ ഇദ്ദേഹം പണിയെടുക്കുന്നതായിരിക്കും വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആയിരിക്കുന്ന ആൾക്ക് വേണ്ടി ഇയാൾ അടിമയെ പോലെ പണിയെടുക്കുന്നത്. അതെ. കേരളത്തിലെമ്പാടുമുള്ള മുഴുവൻ പാർട്ടീസുകാരുടെ തെറിയും വാസ്തവത്തിൽ നിരന്തരമായി വാങ്ങിക്കൊണ്ട് അപമാനിതനായി ഒരക്ഷരം പോലും മറുത്തു പറയാൻ കഴിവില്ലാത്ത വിധത്തിൽ നിസ്സഹായനായി നിന്ന് ഇയാൾക്ക് വീണ്ടും അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പദവി ഏറ്റെടുക്കുമ്പോഴും അത് പാർട്ടിയുടെ പൊതു തീരുമാനം എന്ന് പറയാവുന്ന ദാസ്യം ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറി. അത് വാസ്തവത്തിൽ എന്താ പറയാ, അയാളിപ്പോൾ നിസ്സഹരായ മനുഷ്യന്മാർ ജീവിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഉണ്ട് അതിനകത്ത്. അത്രയും നിസ്സഹായനാണ് അയാൾ. പക്ഷെ അയാൾ തിരിച്ചാലോചിക്കേണ്ട വിഷയവും അദ്ദേഹത്തെ അതിനെ കൗണ്ടർ ചെയ്യുന്ന വിഷയത്തിലല്ല പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി ഇപ്പോൾ നിലവിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെ എത്ര കേസുകൾ വന്നു. ആ വന്നിരിക്കുന്ന കേസിനകത്തെല്ലാം മുഴുവൻ വളരെ ഗൗരവകരമായ കേസുകളാണ്. നാളെ കേരളം ഏറ്റവും ഗൗരവകരമായി അന്വേഷിക്കാൻ പോകുന്ന കേസുകളാണല്ലോ. കേരളം അന്വേഷിക്കണം എന്ന് പറയുകയും അത് ഒരുപക്ഷെ BJP ഗവൺമെന്റ് നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. അതാണ് SFIO, CMRL, ഇങ്ങനെ വരാത്ത ഒരുപാട് കേസുകളുണ്ട്. ഈ കേസുകൾക്കകത്ത് ഇദ്ദേഹത്തിന്റെ ഈ മകളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞ സാധനം തിട്ടൂടെ ഇറക്കിയിട്ടുണ്ട്? ആരെങ്കിലും? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. പിന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വിഷയം വരുന്നേരെന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഗോവിന്ദനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മറന്നുപോയൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പരിപാടികളുടെ നായകത്വം വഹിക്കുകയും അതിലുള്ള ആളുകളെ കൊണ്ടുവരികയും ചെയ്ത് ആരായിരുന്നു? അത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനല്ലേ, ബിനീഷ് കോടിയേരിയല്ലേ? എന്തിനേറെ ഇപ്പൊ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പിനകത്തും വന്നിരിക്കുന്ന ഇദ്ദേഹമല്ലേ? അപ്പൊ ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാല് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു ബേസിക് ആയിരിക്കുന്ന വെറുപ്പിന്റെ വിഷയം വരുന്നത് ഇവിടെയാണ് ശരിക്ക് കോടിയേരി മരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ. ഞാൻ അന്ന് ജനൻ TVക്കകത്ത് ഇത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ. മരിച്ചിരിക്കുന്ന ഘട്ടത്തില് അദ്ദേഹത്തിന്റെ ബോഡി തിരുവനന്തപുരത്ത് എത്തിക്കാതെ നേരെ കൊണ്ടുപോയി മട്ടന്നൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു. അവിടെ നേരെ കൊണ്ടുവരികയാണ്, നേരെ തലശ്ശേരിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോ ഓൾ കേരള അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരരുത് എന്ന് പറയാവുന്ന വിജയന്റെ മോഹത്തിന്റെ ഒറ്റ താല്പര്യത്തിന്റെ മേലെയാണ്. കാരണം അന്ന് വിജയൻ ഈ ലോകം മുഴുവൻ തന്നെ ചുറ്റിക്കറങ്ങണം എന്ന് പറയുന്ന ടൂറിസത്തിന്റെ ഭാഗമായി വരുന്ന അർമാദിപ്പായിരുന്നു അയാൾക്ക്. കോടിയേരി മരിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ വരും. അയാളെ ഞാൻ ഇതുപോലെ ഉപയോഗിക്കും. കോടിയേരിയെ ഉപയോഗിക്കുമ്പോൾ കോടിയേരി വളരെ ഭംഗിയായി ഇയാൾക്ക് ഒരു സെക്രട്ടറിയുടെ റോളിൽ നിന്നുകൊണ്ട് ഇയാളെ സഹായിച്ചിരുന്നു. ഈ പറയുന്ന വിജയനെ സഹായിച്ചിരുന്നു. ആ സഹായിച്ചതിന്റെ ബലത്തിലും കൂടിയായിരുന്നു വിജയൻ മിന്നിച്ചു പോയത്. പിന്നീട് വന്നിരിക്കുന്ന പാർട്ടി സെക്രട്ടറിയായി വന്നിരിക്കുന്ന ഗോവിന്ദൻ എന്തായെന്നറിയാം, ഇത് മിന്നിക്കാൻ കഴിയാത്തത് കൊണ്ടും കൂടിയാണ് പൊതുസമൂഹത്തിനകത്ത് വിജയൻ ഇത്രയേറെ അപമാനിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയായി ആണ് എന്ന് പറയുന്ന ഗോവിന്ദൻ ഇത്രയുമേറെ മ്ലേച്ഛനായ അവസ്ഥയിൽ പബ്ലിക്കിന്റെ മുമ്പിൽ മാറ്റപ്പെടുകയും ചെയ്തത്. അപ്പൊ ഇതിനകത്ത് വരുന്ന വിഷയം കഴിവിന്റെ വിഷയം മാത്രമല്ല. അത് ഒരു 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 പൊതുസമൂഹത്തെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു പറഞ്ഞൊരു വിഷയമുണ്ട് ഇതിനകത്ത്. മാനേജ് ചെയ്യുന്നുള്ള വിഷയമുണ്ട്. ഈ മാനേജ് ചെയ്യുന്നതിനകത്ത് ഒരു വലിയ മറ്റൊരു രാഷ്ട്രീയം കൂടി കിടക്കുന്നുണ്ട്. അത് ശരിയല്ല എങ്കിൽ പോലും ഞാൻ പറയാണ്, അതിനകത്ത് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മധ്യവർഗ രാഷ്ട്രീയത്തിന്റെ ഒരു എന്താ പറയാ ജാതീയമായ മാന്യതയുടെയും അമാന്യതയുടെയും വിഷയങ്ങൾ കിടക്കുന്നതിനകത്ത് ഈ അമാന്യതയുടെ വിഷയങ്ങൾ നിർമ്മിക്കുന്നതിനകത്ത് ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് ജാതീയമായ മേൽക്കോയ്മയിൽ നിൽക്കുന്നുവെന്ന് എന്താ പറയാ അവകാശപ്പെടുന്ന ഒരു ജാതിയുടെ സ്വാധീനവും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ രണ്ട് ജാതികളുടെ വിഷയമാണ് വാസ്തവത്തിൽ ഈ കേരളത്തിനകത്തെ ഇപ്പൊ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പെടുത്ത് നിഷ്കാസനം ചെയ്യപ്പെട്ടത്. അതൊന്ന് സുകുമാരൻ നായരാണ്, മറ്റൊന്നാരാണെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനാണ്. ഈ രണ്ട് സാധനം ഫ്യൂസ് അടിച്ചു പോയി. രണ്ട് സാധനം ഈ ഫ്യൂസ് അടിച്ചു പോകാൻ മാത്രം ഉണ്ടാവുന്ന, ഞാൻ അതിനെ പ്രൊവക്കേഷനായിട്ട് പറയുന്നില്ല, ഫ്യൂസ് അടിച്ചു പോകാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ അവബോധം അല്ലെങ്കിൽ ഒരു ബഹുജന വികാരം പൊതുജനങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒരാൾ നേതാവായി വരുമ്പോഴാണ് അയാളെന്താവുന്നറിയോ, അയാള് ഒരു
എന്താ പറയാ ഒരു ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് എന്ന് പറയാൻ അവസ്ഥയ്ക്ക് അയാൾ വളരുകയും ഉയരുകയും ചെയ്തത്. ഇവിടെ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ, നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നയാൾ, ഇപ്പോഴത്തെ ആൾ, നേരത്തെ ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അയാൾ ചെയ്തിരിക്കുന്ന പണി എന്തായിരുന്നു? ഈ രണ്ട് ജാതീയമായിരിക്കുന്ന വിഭാഗങ്ങളെയും തന്റെ ഒരു തോണിയിൽ കൂട്ടുകയും എന്നിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാണ്, കേരളത്തിലെ ഏറ്റവും പ്രബലമായിരിക്കുന്ന മതന്യൂനപക്ഷ ജനവിഭാഗത്തിനെതിരായി ദുഷ്പ്രചരണം നടത്തിപ്പിക്കാൻ പ്രയോഗിക്കുകയാണ് ചെയ്തത്. അതിന്റെ അനുകരണങ്ങളാണ് അവസാന ഘട്ടത്തിൽ വന്നത്. പക്ഷേ അത് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ള ആൾ അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അതിനെന്ത് ചെയ്ത് അതിനെ ഡീഫ്യൂസ് ചെയ്ത് കളഞ്ഞു. ഈ ഡീഫ്യൂസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് വാസ്തവത്തിൽ ഈ കോടിയേരിയുടെ വിഷയം വളരെ സജീവമായ വിഷയമായിട്ട് മാറുന്നത്. അവിടെ വരുന്ന ഒരു വിഷയത്തിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് പറഞ്ഞാല്, എന്തിനാണ് ഈ ചെറുപ്പക്കാരന് മാത്രമായി ഇപ്പൊ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കെ കൊടുക്കാതിരിക്കുന്നതിന്റെ വിഷയം എന്താ ഉള്ളത്? എന്തിനാണ് കൊടുക്കാതിരിക്കുന്നത്? ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകളുടെ ഞാനിപ്പോ വേറൊന്നുമല്ല, ശബരിമല സ്വർണ്ണ കൊള്ളയുടെ വിഷയം, സ്വർണ്ണക്കൊള്ളയുടെ മേലെ ആരോപണ വിധേയനായി കിടക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മളെ കടകംപള്ളി സുരേന്ദ്രൻ. ഈ കടകംപള്ളി സുരേന്ദ്രന്റെ പാർട്ടി മെമ്പർഷിപ്പെ കുറിച്ചിട്ട് ഇപ്പൊ നിലവിലുള്ള സംസ്ഥാന സെക്രട്ടറിക്ക് സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. ജില്ലാ കമ്മിറ്റിയുടെ ഇതുവരെ പുറത്താക്കപ്പെടാതെ കിടക്കുന്ന ഒരു കക്ഷിയില്ലേ, ആര്? പത്മകുമാർ. പത്മകുമാർ ഇവർ പറഞ്ഞ ന്യായം എന്താണ്? മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ്. പത്തനംതിട്ടയിലെ ഒഴിച്ചു പോകാനുള്ള കാരണം അതാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അധികാര പരിധി ഉപയോഗിച്ച് അതിനെ നിലനിർത്തുകയും, എന്നാൽ കോടിയേരി മരിച്ചുപോയി എന്നുള്ള ഒരു അപരാധത്താൽ അദ്ദേഹത്തിന്റെ മകൻ വേറെ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ മകന് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ തവണയായി ചോദിച്ചതിന് ശേഷം അവസാനം ഗോവിന്ദൻ പറയുന്ന മറുപടി എന്താണ്? അതൊരു പ്രാദേശിക വിഷയമാണ്. പ്രാദേശിക വിഷയമാണോ അത്? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായിരിക്കുന്ന ഒരാളുടെ മകന്റെ വിഷയം പ്രാദേശിക വിഷയമല്ല, അത് പാർട്ടി സെന്ററിന്റെ വിഷയമാണ്. ആരാണ് പറഞ്ഞത് ഇയാളുടെ പാർട്ടിയുടെ പ്രാദേശിക വിഷയമാണെന്നത്? സംഘടനാപരമായി നിങ്ങൾക്ക് അങ്ങനെ പറയാം, പക്ഷേ ഒരു പാർട്ടി സെന്ററിന്റെ മുമ്പിൽ ഗൗരവതരമായി അന്വേഷിക്കേണ്ട വിഷയമാണത്. ഇതിനാണ് പാർട്ടി സെന്റർ എന്ന് പറയുന്നത്. പിന്നെന്തിനാ പാർട്ടി സെന്റർ വണ്ടാങ്കട്ടക്കോ? ഈ പറയുന്ന സെന്റർ എന്ന് പറയുന്ന സംഭവത്തിന്റെ അവസ്ഥയെ മൈനസ് ചെയ്തുകൊണ്ട് അതൊരു പ്രാദേശിക വിഷയമാക്കി തീർക്കുമ്പോ അതിന് വളരെ പ്രധാനപ്പെടുന്ന ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്താണ് ശരിക്ക്? ഇവിടെയാണ് ഞാനിതിപ്പോ വേറൊരു വിഷയത്തെ കൂടി അതിനകത്തെ കണക്ട് ചെയ്യാം കേട്ടാ. അതിനകത്ത് ഇപ്പോ നമ്മുടെ ജി സുധാകരൻ, അദ്ദേഹം പ്രോട്ടോം സ്പീക്കറായി കേരളത്തിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണിച്ചു. എല്ലാവരും വന്നു ക്ഷണിച്ചു. അപ്പൊ ഈ മുൻ മുഖ്യമന്ത്രി ഇയാളുടെ മുമ്പിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ മുൻ മുഖ്യമന്ത്രി കേരളത്തിനകത്ത് മുഴുവൻ ജനങ്ങളോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് പാർട്ടിക്കാരോട്. ഇയാൾ കള്ള ചെറ്റയാണ് എന്നൊരു പ്രയോഗം നടത്തി. ഈ ചെറ്റയാണ് എന്ന പ്രയോഗത്തെ ബലപ്പെടുത്തിക്കൊണ്ടാണ് എച്ച് സലാം എന്ന് പറയുന്ന MLA-യും ഈ പറയുന്ന ജി സുധാകരനെതിരെ ആഞ്ഞടിച്ചത്. നാസർ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ആഞ്ഞടിച്ചത്. DK അങ്ങനെ വരുന്ന ഒട്ടനവധി ആളുകൾ, പാർട്ടിയുടെ മുഴുവൻ ആളുകൾ, ഓൾ കേരള അടിച്ചാൽ ഇത് മുഴുവൻ ആരെ ബലത്തിലായിരുന്നു? അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരിക്കുന്ന ഈ വഷണൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആഞ്ഞടിച്ചത്. നിലവിലുള്ള യാഥാർത്ഥ്യം എന്താ യാഥാർത്ഥ്യം? അദ്ദേഹം 27,000-ൽ പരമോട്ട് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടുന്ന് ജയിക്കുന്നു. അദ്ദേഹം ജയിച്ച് പ്രോട്ടോം സ്പീക്കറായി വന്നപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഈ മനുഷ്യന് യാതൊരു മടിയും, ഇതാണ് ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നത്. ഉളുപ്പെന്ന വാക്ക് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം ചെയ്യേണ്ട പണി എന്താണ്? ഉളുപ്പ് എന്നല്ല പറയാം, അത് സാധാരണ വാക്ക്. നായി അടിച്ചുകൊണ്ട് പോയതിനെ കടത്തിൽ ഇയാളെ പുട്ടേക്കാം. പക്ഷെ ഒരു മനുഷ്യന്റെ ആത്മാഭിമാന ബോധം എന്ന് പറയുന്ന സാധനമുണ്ട്. അവനവന്റെ ഇൻഡിവിജ്വാലിറ്റി, ആത്മാഭിമാന ബോധം അതില്ലാതിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ പറയുന്ന ജി സുധാകരന്റെ മുമ്പിൽ പോയി അത് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു ആടെയാണ് നമ്മൾ പറയാ ഉടുപ്പില്ലായ്മ കാണിക്കാൻ കഴിയും. എന്താ കാര്യം അറിയങ്ങള്? അദ്ദേഹത്തെ കേരളം മുഴുവൻ തന്നെ ഇങ്ങനെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം അധികാരിയായി നിൽക്കുന്ന സ്ഥലത്ത് പോയി വണങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു പണികൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. എഴുന്നേറ്റ് നിന്നിട്ടായിരുന്നു അദ്ദേഹം ചുമല് തൊടുന്നുണ്ട് രണ്ടുപേരും. ചുമല് കൊടുത്തവരുണ്ടാകുന്ന സംഭവം എന്താ പറയുന്നത്? ഐ ലെവൽഡ് യു എന്നാണ് അർത്ഥം. ആദ്യം തൊട്ടത് വിജയനാണ്. രണ്ടാമത് ആര് തൊടുകയാണ്? ജി സുധാകരൻ തൊടുകയാണ്. ഐ ലെവൽഡ് യു എന്നാണ് അയാളും പറഞ്ഞത്. ഐ ലെവൽഡ് യു എന്നാണ്.
അതെ തീർച്ചയായും. ഞാൻ ഇങ്ങനെ വരുന്ന പരിഹാസ്യമായിരിക്കുന്ന ചിത്രം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി സാധനം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിലെമ്പാടുമുള്ള ജി സുധാകരൻ വിരുദ്ധ പ്രസംഗം നടത്തിയേക്കുന്ന ആൾക്കാരെ മുഴുവൻ വാസ്തവത്തിൽ വിജയനും പാർട്ടി ചെയ്തെന്താണ്? അപമാനിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്, അല്ലേ? അതെ ആക്ഷേപിക്കുകയുമാണ് ചെയ്തത്. തീർച്ചയായും. ഈ ആക്ഷേപം ചെയ്ത് ഇയാൾ ചെയ്യുമ്പോൾ ഇയാളുടെ മുമ്പിൽ ഒറ്റ വിഷയം മാത്രമേ, എന്താ വിഷയം? എന്താ ഉള്ളത്? ഞാൻ മാത്രമാണ് പരമാധികാരി എന്നാണ്. ഈ ഞാൻ മാത്രമാണ് എന്ന പരമാധികാരിയുടെ അതേ വിഷയം തന്നെയാണ് ഈ കോടിയേരിയുടെ മകന്റെ വിഷയത്തിനകത്തും ആരെടുത്തത്? ഗോവിന്ദൻ എടുത്തത്. അതെ ഇതേ വിഷയമല്ലേ ഗോവിന്ദൻ എടുത്തത്? ഗോവിന്ദൻ എന്തിനാണ് ഈ വിഷയം എന്താണെങ്കിൽ ചർച്ച ചെയ്താലെന്താ രാജേട്ടി പറയോ? SFIO കേസ് നാളെ അന്വേഷിക്കില്ല, പുനരന്വേഷിക്കില്ല എന്നുള്ള ബലത്തിന്റെ മേലെയാണോ ഈ പറയുന്ന സംഭവം? CMRL കേസ് അന്വേഷിക്കില്ല എന്നുള്ള ബലത്തിന്റെ മേലെയാണോ? ഒരു കാര്യം നിങ്ങളോട് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ സംശയിക്കുന്ന രീതി ഞാൻ പറയാണ്. വിജയൻ ഓരോ തവണ ദുർബലമാകുമ്പോഴും വിജയന്റെ മുമ്പിൽ വരുന്ന വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. വളരെ ഗൗരവതരമായിരിക്കുന്ന വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി എന്താന്ന് എന്ന് നിങ്ങൾ നിരീക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു സാധനം ഞാൻ പറയാം. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ആളുകളെ പറഞ്ഞയക്കാൻ CPM-ന് നിലവിലുള്ള രാഷ്ട്രീയ കാലാവധി അസാധ്യമാണ്. പറ്റില്ല. ഈ പറ്റാത്ത അവസ്ഥയിൽ ഒരാളെ പറഞ്ഞേക്കണം. എന്ത് ചെയ്യും? ആരുടെ പിൻബലം വേണം? BJP-യുടെ പിൻബലം വേണം. ഈ പിൻബലം വാങ്ങണമെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് BJP-യുടെ സെൻട്രൽ ലീഡർഷിപ്പ്, RSSന്റെ സെൻട്രൽ ലീഡർഷിപ്പ് തീരുമാനിച്ചാൽ വിജയൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ ചോദ്യമാണ് കേരളത്തിന്റെ മുന്നിൽ. ഉറപ്പായിട്ടും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ് കേരളത്തിന്റെ മുന്നിൽ. തീർച്ചയായിട്ടും സർ. ഇവിടെ MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു കടന്നാക്രമണം നടത്തുമ്പോഴും ഇതൊരു കൊതിക്കെറിവ് പെണ്ണുങ്ങൾക്കിടയിൽ പോലും ഇപ്പൊ ഇല്ലാത്ത അന്യം നിന്നുപോയ ഒരു കലാരൂപമാണിത്, ഈ അസൂയയും കുശുമ്പും ഒക്കെ. അതുപോലെ ഒരു സാധനമാണ് ഇപ്പോ ഗോവിന്ദൻ ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ബിനീഷ് കോടിയേരിക്ക് നിഷേധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല്, ഇങ്ങനെ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിങ്ങള് സമൂഹ മാധ്യമത്തിൽ അയാൾ പങ്കുവെച്ച കുറച്ച് പോസ്റ്റുകൾ കൂടി നോക്കുന്നത് നന്നായിരിക്കുന്നു. അതായത് ഇലക്ഷൻ തോൽവിക്ക് പിന്നാലെ ബിനീഷ് കോടിയേരി പങ്കുവെച്ച പോസ്റ്റ് എന്ന് പറയുന്നത് ഒരേ ഒരു കോടിയേരി എന്നുള്ളൊരു സെന്റൻസ് ആയിരുന്നു. അതിനൊപ്പം പങ്കുവെച്ച ഫോട്ടോ എന്ന് പറയുന്നത് സമരസഖാവ് നമ്മുടെ പുഷ്പനെ കാണാൻ വേണ്ടിയിട്ട് കോടിയേരി ബാലകൃഷ്ണൻ ചെന്ന ഒരു പഴയ കവർ ചിത്രമായിരുന്നു. അത് ആ ഒരു പുഷ്പനും കോടിയേരിയും കൂടിയുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരേ ഒരു കോടിയേരി എന്ന് പറയുന്നതിലെ ഒളിയമ്പുണ്ട് കൃത്യമായിട്ടും. ആ ഒളിയമ്പ് കൊണ്ടതിന്റെ ഒരു കൊതിക്കറിവ് കൂടിയാണ് MV ഗോവിന്ദൻ ഇപ്പൊ ഈ തീർക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അതെ, തീർച്ചയായും അതെല്ലാം തന്നെയാണ്. അത് ശരിക്ക് ഇതിനകത്തെല്ലാം വരുന്നൊരു വിഷയം എന്താ പറഞ്ഞാല്, ഒന്ന് പൊളിറ്റിക്കൽ കണ്ടന്റ് ഇല്ലാതിരിക്കുക. അതെ, ആ കണ്ടന്റ് ഇല്ലാതിരിക്കുന്നതിന് പകരം നിങ്ങളുടെ പരസ്പരം ഈഗോ നിങ്ങൾ എന്ത് ചെയ്യാതെ ഇതിനകത്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിഹത്യയാണ് കൂടുതലും. അതായത് രാഷ്ട്രീയമില്ല. അധികാരവുമായി ബന്ധപ്പെട്ട് വരാവുന്ന പഠനപ്പണങ്ങളും തർക്കങ്ങളും മാത്രമേ ഇതിനകത്തുള്ളൂ. വേറെ ഒരു സംഭവം ഇതിനകത്തില്ല. ബേസിക്കായി ഒന്നുമില്ല. അതുകൊണ്ടാണ് പ്രത്യയശാസ്ത്രം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു പാർട്ടിക്ക്, അല്ലെ പ്രത്യേകത കൈയൊടിഞ്ഞൊരു പാർട്ടിക്ക് ഇവിടെ വരുന്നൊരു വലിയ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഈ കേരള പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയ ബടായി വിട്ടുകൊടുക്കുന്നത്. കേരള പാർട്ടി എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ ദിശാബോധമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നൽകിയതെന്നൊരു ചോദ്യമുണ്ട്. ശരി, എന്ത് ദിശാബോധമാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് ദിശാബോധം എന്താണ് ദിശാബോധം? ആ നൽകിയ ദിശാബോധത്തിന്റെ വിഷയം എന്താന്ന് പറഞ്ഞാല്, അത് വളരെ കൃത്യമായി സംഘപരിവാറിന്റെ ലയത്തിലേക്ക് പാർട്ടിയെ നയിച്ചു എന്നതാണ് അതിന്റെ ഒരു ഗ്രാൻഡ് ടോട്ടാലിറ്റി. വേറെ ഒരു മണ്ണാങ്കട്ടിയല്ല. അതെ, ഉറപ്പായിട്ടും. ഈ ടോട്ടാലിറ്റിയിലേക്ക് എത്താനുള്ള വലിയ സമ്മർദ്ദങ്ങൾ വേറെ രൂപത്തിൽ കേരളത്തിനകത്ത് രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന വിഷയം. ഈ ഗൗരവതരമായിരിക്കുന്ന വിഷയമാണ് കേരളത്തിലെ നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗബലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഒരിക്കലും തന്നെ എന്ത് പറ്റില്ല, ഒരു രാജ്യസഭാംഗത്തെ രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കാൻ കഴിയാത്തൊരു ചിത്രം ഉണ്ടാവുകയാണ്. ഇപ്പൊ ലാസ്റ്റിൽ CPI-യുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന സമീർ കൂടെ അതിനകത്ത് ഒഴിവായി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലേക്ക്, അതാണല്ലോ ഉപരിസഭ, ആ ഉപരിസഭയിലേക്ക് പറഞ്ഞേക്കാൻ ഒരൊറ്റ ആൾ പോലും ഇല്ലാത്ത വിധം കേരളം നിശൂന്യമാവുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി?
കേരളത്തിലെമ്പാടുമുള്ള CPM-ന്റെ മുഴുവൻ പാർട്ടി ബ്രാഞ്ചിനകത്തുനിന്നും, ലോക്കൽ കമ്മിറ്റികൾക്കകത്തുനിന്നും, ഏരിയ കമ്മിറ്റികൾക്കും, ജില്ലാ കമ്മിറ്റികൾക്കകത്തുനിന്നും, സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്തുനിന്നും ഉയർന്നെടുക്കുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ചോദ്യം, ഇത്തരം ഒരു ഒരു വലിയ പതനത്തിലേക്ക് പാർട്ടിയെ നയിച്ചത് ആര്? ഈ അവനെയാണോ ഇരട്ടച്ചങ്കനെ നിങ്ങൾ വിളിച്ചത്? അയാളെയാണോ കപ്പിത്താനം നിങ്ങൾ വിളിച്ചത്? ഇത് രാഷ്ട്രീയമായ ചോദ്യമാണ്. അതെ, തീർച്ചയായിട്ടും സർ. ഇത്തരത്തിലുള്ള ഒരാളെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാല് പ്രതിപക്ഷ നേതാവായിട്ട് അവരോധിക്കുന്നു. നിങ്ങൾ എന്നിട്ട് ഗോവിന്ദൻ പറയാണ് അതിന് മറ്റൊരാളുടെ പേരില്ല. ഇതിന് പറയേണ്ട മറുപടി വേറെയാണ്. പക്ഷെ നിങ്ങളുടെ ഈ ചാനലിലൂടെ പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അത് പറയാത്തത്. പറയാൻ അറിയാത്തതുകൊണ്ടല്ല. അപ്പൊ ഇത്രയും ഭീകരമായിരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാക്കി വെച്ചിട്ട് മുൻ പാർട്ടി സെക്രട്ടറിയും ഒരുപക്ഷെ ഏറ്റവും ജനകീയനായ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ബഹുമതി പൊതുജനങ്ങൾ നൽകിയിട്ടുള്ളതുമായിരിക്കുന്ന കോടിയേരിയെ അദ്ദേഹത്തിന്റെ മകന് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത് പ്രാദേശിക പ്രസ്താവന എന്ന് പറഞ്ഞ് തോറ്റ് തൂഫാനടിച്ച് നാറിയതിനു ശേഷവും നിനക്കൊന്ന് വേറൊരു ഭാഷ പ്രയോഗിക്കാൻ എനിക്ക് അറിയില്ലേ? ഇയാളല്ലേ പറഞ്ഞത് ഞാൻ കണ്ണാടി നോക്കിയിട്ട് നോക്കണമെന്ന് മകൻ പറഞ്ഞു എന്ന് പറയുന്നത് അല്ലേ? ഇതിനകത്ത് ഇത് ആന്തരികമായ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടല്ല. അതെല്ലാം പറഞ്ഞ് വളരെ വഷളാക്കേണ്ടതിനോട് ഞാൻ പറയാത്തത്. സാർ, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ മകൻ പോലും വിമർശിച്ചു എന്ന് പറയുമ്പോ ഈ കോടിയേരിയുടെ വിമർശനം താങ്ങാണ്ട് വന്നിട്ട് മെമ്പർഷിപ്പ് പുതുക്കണ്ട എന്നുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്ന MV ഗോവിന്ദനെ സ്വന്തം മകനും ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു. അത് വിമർശനങ്ങൾ ഏൽക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക്, ഇവിടെ ഒരേ ഒരു കോടിയേരി എന്ന് പറയുന്ന ആ സെന്റൻസിനെ വേറൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാല് ശരിക്കും കോടിയേരി ബാലകൃഷ്ണൻ ദീർഘവീക്ഷണത്തോടുകൂടി നയിച്ചതുപോലെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളത് അണികൾക്കിടയിലുള്ള പൊതുവികാരമാണല്ലോ ശരിക്കും. അതെ. ഇതിനകത്ത് ഒരു നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ കോയമ്പത്തൂർ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് നടന്നില്ലേ? അവിടെ ഒരു വിവാദ വ്യവസായി വന്നു എന്ന് പറഞ്ഞ സംഭവം വന്നില്ലേ? ആ വിവാദ വ്യവസായി വന്നതിന്റെ വിഷയം എന്തായിരുന്നു ശരിക്ക്? അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലയന്റ് ആരായിരുന്നു ശരിക്ക്? ചർച്ചകൾ പ്രധാനമാണെങ്കിൽ അയാൾ ആരാണ്? അയാൾ ധാവളയാണ് അന്ന് ഇയാളെ കാൻഡിഡേറ്റ് സ്ഥാനത്ത് നിന്ന്, അതായത് പാർട്ടി പ്രതി സ്ഥാനത്ത് ഒഴിവാക്കണമെന്ന് ശാഠ്യം പിടിച്ചിരിക്കുന്ന ഒരാൾ. എന്തിന്റെ മേലെയായിരുന്നു? അന്നായിരുന്നല്ലോ ഈ പറയുന്ന MV ഗോവിന്ദന്റെ മകനും ഈ പറയുന്ന ഗോവിന്ദനും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കക്ഷികളായിട്ട് മാറിയത് കേരളം ചർച്ച ചെയ്ത വിഷയമാണെന്ന്. തീർച്ചയായും ഇതിനെല്ലാം ഉത്തരവാദി ആരാണ്? ഇതിനെല്ലാം ഉത്തരവാദി കോടിയേരിയുടെ ബാലകൃഷ്ണന്റെ മകൻ ആണോ? അപ്പൊ അതിന്റെ വിഷയം എന്താ പറഞ്ഞാൽ ഇത് ചൊക്ലി വേസ്ഡ് ആണ് ഈ വിഷയം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ചൊക്ലി വേസ്ഡ് ആണ്. അവിടെയാണ് വാസ്തവത്തിൽ ആരും ഉള്ളത്? നമ്മളെ പുഷ്പനുള്ളത്. ഇതുപോലുണ്ടായിരിക്കുന്ന ഒട്ടനവധി കൂട്ടിക്കൊടുപ്പുകളും വാങ്ങലുകളും കിഴിക്കലും നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ രാഷ്ട്രീയമായിരിക്കുന്ന ദൃഢതയെ നശിപ്പിച്ചു കളയുന്നതിൽ നിർണായക പങ്കുവച്ചിരിക്കുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അതിനെല്ലാം കങ്കാണി പണിയെടുത്ത് ദാസ്യം ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയും ചേർന്നിട്ട് എന്ത് ചെയ്യാണെന്നറിയോ? ഒരു അദ്ദേഹത്തിന് ഈ പറയുന്ന കൊടിൽ വാർഷിന്റെ മകന്റെ പാർട്ടി എടുത്താൽ ഈ പാർട്ടി ആകാശം ഒന്ന് ഇടിച്ചു വിടാൻ പോകുന്ന ഒരു സംഭവം ഇല്ലാതെ അതിനേക്കാളും വലിയ ക്രൈം ചെയ്തിരിക്കുന്ന ആളുകൾ ഈ പാർട്ടികൾ അതിനേക്കാളും വലിയ ക്രൈം ചെയ്തത് അല്ലടോ ഈ പാർട്ടിയുടെ ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞവൻ അല്ലേ? ഇയാളെ പേരിൽ എത്ര കേസ് സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതിപട്ടികയിലുള്ളതാണ് അദ്ദേഹത്തിന്റെ മകള് പോലും എത്ര കേസുകൾ ഇവന്റെ പാർട്ടി പണ്ട് ജാമ്പാലത്ത് കീറിച്ചാടല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അല്ല വിഷയം. അത് പാർട്ടി പക്ഷേ അപ്പുറത്ത് കൊടുക്കാതിരിക്കുന്ന വലിയ വിശുദ്ധിയാണെന്ന് പറഞ്ഞാൽ എന്താ അറിയാ? നിലവിൽ ഈ പറയുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ എന്തെങ്കിലും പാർട്ടിയുടെ രാഷ്ട്രീയ സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത ഇല്ലാതായി പോകും. പിന്നെ തിരിച്ചറിയേണ്ട വിഷയങ്ങളുണ്ട്. ഒന്നെന്താന്ന് പറഞ്ഞാല് ഈ രക്ഷിതാക്കളുടെ രാഷ്ട്രീയത്തെ നയിക്കുന്നത് ഒരിക്കലും മക്കളായിക്കൂടാ. അത് മക്കളാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. വലത് ഇടത് വ്യത്യാസമില്ലാതെ അതിനകത്ത് മാറി എന്നുള്ളതാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണത്. തീർച്ചയായും വളരെ ഗൗരവമായിരിക്കുന്ന വിഷയമാണ് അത്. മുൻ മുഖ്യമന്ത്രിയുടെ വിഷയമാവട്ടെ, ഗോവിന്ദന്റെ വിഷയമാവട്ടെ, ഉൾപ്പെടെയുള്ള മിക്കവാറും ആളുകളുടെ എല്ലാ വിഷയം എന്നറിയാം. മക്കൾ രാഷ്ട്രീയത്തിനകത്ത് ഇടപെടുക എന്ന് പറയും. രാഷ്ട്രീയമല്ലത്, അത് വാങ്ങൽ കൊടുക്കൽ ഇടപെടുകയാണ്. കാരണം ഇവരാരും തന്നെ എന്തെല്ലാന്നറിയോ? കുട്ടികളെ റവല്യൂഷനൈസ് ചെയ്യാൻ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. കുട്ടികൾ റവല്യൂഷനൈസ് ചെയ്യാൻ പഠിപ്പിച്ചില്ല. കാരണം ഇവരാരും എന്തെല്ലാം റവല്യൂഷണറി ആയിരുന്നില്ല എന്നുകൊണ്ടാണ്. ആയിരുന്നില്ല. ഇവരെല്ലാം വാസനെന്നറിയാം അങ്ങേയറ്റ പിന്തിരിപ്പന്മാരായി നിന്ന് ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ കൃത്യമായി കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്ത് സ്വാർത്ഥ താല്പര്യങ്ങൾ. ഈ സ്വാർത്ഥ താല്പര്യത്തിന്റെ മകുടോദാഹരണമാണ് ഒരു ലജ്ജയുമില്ലാതെ. അതാണ് ആത്മാഭിമാന ബോധം എന്ന പ്രസാരത്തെ കണികയുണ്ടായിരുന്നെങ്കിൽ ഈ വിജയൻ
ഈ സഖാബ് ജീസുദാരന്റെ മുമ്പിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യില്ലായിരുന്നു. ആലപ്പുഴയിലെ പാർട്ടി സഖാക്കൾ ഒന്നടങ്കം ഇയാളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്തിനായിരുന്നു സഖാവെ ഞങ്ങൾ ഈ ജീസുദാരൻ ഇതുപോലെ പുലഭിവും പുലയാട്ടും പറഞ്ഞത്? എന്തിനായിരുന്നു എന്ന് അവർ ഓരോ സഖാവും ചോദിക്കേണ്ട ചോദ്യമാണത്. എന്തിന് ഞങ്ങളെ കൊണ്ട് പുലഭ്യവും പുലയാട്ടവും പറയിപ്പിച്ചു? നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എന്ത് ചെയ്യാണ്? രാവിലെ കയ്യും കഴുകിയിട്ട് പോയിട്ട് എന്ത് ചെയ്യാണ്? വളരെ കൃത്യമായി ആളെ പോയിട്ട് എന്ത് ചെയ്യാണ്? സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. എന്നിട്ട് ആരെ ചുമലിൽ തട്ടുകയാണ്? ഈ പറയുന്ന പ്രോട്ടോൺ സ്പീക്കറുടെ ചുമലിൽ സ്നേഹപൂർവ്വം എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് വളരെ കൃത്യമായി മനസ്സിലായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം തിരിച്ചു ഒരു തട്ട് കൊടുത്തു. ഐ ലെവൽഡ് യു എന്ന് ബോത്ത് ഓഫ് ദ മാർ. ഇങ്ങനെ വരാവുന്നൊരു പരിഹാസ്യ സംഭവമാണ് ഈ സാധനം. നിങ്ങൾ ജീസുദാരനെ തോൽപ്പിക്കാൻ പോകുന്ന വിജയൻ 100 തവണ ആലോചിക്കട്ടെ. ഒന്നുമല്ല, അദ്ദേഹം ചെറ്റ എന്ന വാക്ക് ഇദ്ദേഹത്തിനെതിരെ പ്രയോഗിച്ചപ്പോ അതിന് മറുപടിയായി പറഞ്ഞേക്ക സംഭവമെങ്കിലും ചെവിയിൽ ആരെങ്കിലും വിജയനോട് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ ഇതുപോലും തിരിച്ചറിയാത്ത വിധത്തിൽ പൊതുജനങ്ങളെ വീണ്ടും കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്യാന്നുള്ള അവസ്ഥക്കകത്ത് ഈ കോടിയേരിയുടെ മകന്റെ വിഷയത്തെ കൊണ്ടുവന്നിട്ട് പാർട്ടി ഗംഭീരമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഇതെല്ലാം അങ്ങേയറ്റം ആഭാസകരമായ സംഭവങ്ങളാണ്. ഇപ്പൊ വേറൊന്നുമല്ല. ഇപ്പൊ ഇന്നത്തെ തെരഞ്ഞെടുപ്പിനകത്ത് പാർലമെന്റിലേക്ക് നിയമസഭയിലേക്ക് സ്പീക്കർ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന മൊയ്തീനില്ലേ? ഈ മൊയ്തീനെതിരെ വന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഗൗരവമായ കേസ് കിടക്കുകയാണ്. കരിവെണ്ണൂർ സംഭവമാണ്. അയാളെ പാർട്ടി മെമ്പർഷിപ്പ് എന്തെങ്കിലും ചെയ്തിട്ടില്ല. എത്ര കേസുകൾ. CPM എന്നൊരു പാർട്ടി തന്നെ എന്താണെന്ന് പറഞ്ഞാൽ മുഴുവൻ തന്നെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും കമ്മീഷന്റെയും അധാർമികതയുടെയും ആങ്കറിംഗ് പോയിന്റ് ആണത്. പൊതുജനങ്ങളെ അഡ്രസ് ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ ഉള്ള ആങ്കറിംഗ് പോയിന്റ് ആണ്. അപ്പൊ അതിലൊന്നും തന്നെ ഒരു ധാർമ്മികതയും ഇല്ലാതെ സംഭവത്തെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അസംഭവികമായി തീരുമ്പോ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ജനം തിരസ്കരിച്ച ഒരാളാണ് വാസ്തവത്തിൽ ആര്? ഈ വിജയൻ. ഇപ്പോൾ മനസ്സിലാക്കേണ്ടതല്ല, പാർട്ടിക്കാരെ മനസ്സിലാക്കേണ്ട സാധനം അതാണ്. ജനം വിജയനെ തിരസ്കരിച്ചിരിക്കുന്നു. നിങ്ങൾ ആരെല്ലാം എന്തെല്ലാം സാങ്കേതികത്വം പറഞ്ഞാൽ പോലും ജനം വിജയനെ തിരസ്കരിച്ചിരിക്കുന്നു. അത് കൃത്യമായി തെളിയിച്ച സ്ഥലമാണ് ഈ ധർമ്മടം നിയോജക മണ്ഡലം.